പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു കമ്പനി 1000 കോടി രൂപയുടെ വിറ്റവര് നേടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ 2040 പോലും അതിൽ ആലോചിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇന്ന് മാത്രമല്ല, ഈ കേരള വിഷൻ നമ്മളോടൊക്കെ പറയാതെ പറയുന്ന ഒരു കാര്യം, കഠിനമായ അധ്വാനവും സംഘബലവും കൂട്ടായ യത്നവും ഉണ്ടെങ്കിൽ ഇതൊന്നും അപ്രാപ്യമല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യാൻ പാടാണ് എന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വലിയ നേട്ടം കേരള വിഷൻ കൈവരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് വരും. എപ്പോഴും ഈ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് ആളുകൾ പറയുമ്പം അവിടെ സെക്രട്ടേറിയറ്റ് മാത്രമേ ഉള്ളൂ, എന്ത് ബിസിനസ്സാണ് അവിടെ ഉള്ളത്, കച്ചവടത്തിനൊന്നും ഒരു സാധ്യതയില്ല, ഒരു ക്ലറിക്കൽ സംസ്കാരമാണ് തിരുവനന്തപുരത്തുള്ളത് എന്നൊക്കെ പറയും. ഈ അടുത്തിടെയാണ് ഞാൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പ്രസംഗം കേട്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞത്, ഇൻഫോസിസും UST ഗ്ലോബലും ഒക്കെ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേയുടെ മുന്നിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ ഒരു കൊല്ലം 10-30,000 കോടി രൂപയുടെ കച്ചവടം നടക്കുന്നത്. തിരുവനന്തപുരത്തൊന്നും ഇല്ലെന്ന് ഇനി ആരും പറയരുത് എന്ന് അദ്ദേഹം ആളുകളെ നോക്കി പറയുന്നുണ്ടായിരുന്നു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രതയൊക്കെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ നേട്ടങ്ങൾ ആളുകൾ കരസ്ഥമാക്കുന്നു എന്നറിയുന്നത് ഒരു പുതിയ സത്യമാണ്. ഇന്ന് തന്നെ ലുലുവിൻ്റെ പുതിയൊരു IT ടിൻ ടവർ നമ്മുടെ സ്മാർട്ട് സിറ്റിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടവറാണ്, 2 ടവറുകളാണ് ശ്രീ MA യൂസഫ് അലി അവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ ഈ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന കൈതച്ചക്ക 3000 കോടി രൂപയുടെയാണ് വാർഷികമായി എന്ന് നമ്മൾ അറിയുമ്പോൾ മറ്റൊരു ഞെട്ടൽ നമുക്കുണ്ടാകും. പല ബിസിനസ് ചെയ്യുന്ന ആളുകളും വളരെ നിരാശയോടെ പറയുന്നുണ്ട്, മുന്നോട്ട് നോക്കുമ്പോൾ അത്ര സുഖകരമായ കാലാവസ്ഥ കേരളത്തിൽ കാണുന്നില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നത് കേരളത്തിന് ആവശ്യമുള്ള സ്ഥാപനവും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ബുദ്ധിവൈഭവമുള്ള മാർഗദർശികളും ഉണ്ടെങ്കിൽ ഇതൊന്നും അപ്രാപ്യമല്ല, അസാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, കേരള വിഷൻ നൽകുന്ന ഒരു വർക്കിംഗ് മോഡലുണ്ട്.